അസ്സലാമു അലൈക്കും. ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് രണ്ടും കൂടിയിട്ട് നന്നായി മിക്സാക്കി കൊടുക്കണം. രണ്ടും കൂടി നന്നായി മിക്സായി കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കാം. കൂടുതൽ ലൂസാവാനും പാടില്ല, കൂടുതൽ കട്ടിയാവാനും പാടില്ല. ആ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൽ കൂടരുത്. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കണം. അടിപൊളി സ്നാക്കാണ്. ഇത് കഴിക്കാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിച്ചോളും. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് കലക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു തവ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരമുറി തേങ്ങ ചിരകിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്ത് പോരാൻ വേണ്ടിയിട്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കണം. ഏലക്കായ പൊടിച്ചതില്ലെങ്കിൽ 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് പിന്നെ തോലെടുത്ത് മാറ്റിയാലും മതി. ഇതുപോലെ മൊത്തത്തിലങ്ങ് ഇളക്കി കൊടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമായാൽ നമുക്കിത് ഓഫാക്കാം. ഇത്രയും മതി. ഇനി നമുക്കിത് ഓഫാക്കാം. കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞു കൊടുക്കണം. ഇതുപോലെ ഒരു ചെറിയ കീറിട്ടിട്ട് കുരു മാത്രം എടുക്കണം. താഴെ കൂടി കീറാവുന്ന രീതിയിൽ ആക്കരുത്. ഇതുപോലെ തന്നെ നിൽക്കണം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം. അടിയിൽ കീറി വരാത്ത രീതിയിൽ മുകളിൽ മാത്രം കീറിട്ട് കൊടുത്തിട്ട് കുരു എടുത്ത് മാറ്റിയിട്ട് അതിൽ എത്രയാണ് തേങ്ങ പിടിക്കുന്നതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം. തേങ്ങാപ്പണ്ടം നിറച്ചു കൊടുക്കണം. ഇതുപോലെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഒരു കീറിട്ട് കൊടുത്തിട്ട് കുരു മാത്രം എടുത്ത് മാറ്റിയിട്ട് കുറച്ച് തേങ്ങാപ്പണ്ടം നിറച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുവിധമാണ് ഇങ്ങനെ പറയൂല. ഈത്തപ്പഴം മുക്കി പൊരിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് കൂടും ഇത്. നേരത്തെ കലക്കി വെച്ച മാവില്ലേ, അതിലേക്ക് കുറച്ച് ഇട്ട് വെക്കാം. ഇതുപോലെ കുറച്ച് ഇട്ട് വെക്കാം. എണ്ണ നന്നായി ചൂടായി വന്നാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. തീ കൂട്ടരുത്, കുറക്കാനും പാടില്ല തീ. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഈത്തപ്പഴം മുങ്ങുന്ന രീതിയിൽ കുറേശ്ശെ മൈദ എടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഓവറായി തിങ്ങി നിറയുന്ന രീതിയിൽ ഇട്ട് കൊടുക്കരുത്. ഒരു 5-6 പീസ് ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ ആയിരിക്കണം. ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ മറ്റേ ഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കാം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. എൻ്റെ മറ്റ് സ്നാക്സ് വീഡിയോസും കാണാൻ മറക്കരുത്. ഒരുപാട് ലോങ്ങും ഉണ്ട്, ഷോർട്ടും ഉണ്ട് ഇട്ടിട്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മൊത്തത്തിലങ്ങ് ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. എണ്ണയൊന്നും കുടിക്കില്ല. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. തേങ്ങ ഇത്രയൊന്നും വേണ്ടി വന്നിട്ടില്ല. ഒരു 1/4 കപ്പ് തേങ്ങയെ ഇതിന് ആവശ്യമുള്ളൂ. ബാക്കി തേങ്ങ നമുക്ക് അവിടെ എടുത്ത് വെക്കാം. തേങ്ങാപ്പണ്ടം മൊത്തത്തിലങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നല്ല സോഫ്റ്റിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ക്രിസ്പി ആയിരിക്കും. കഴിക്കാനാണെങ്കിൽ അതിനപ്പുറത്തെ ടേസ്റ്റുമാണ്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.